യോസഫിന്റെ അകത്തൊരു ദർശനം വീണു. എവിടെ? ചെറുപ്രായത്തിൽ ഒരു ദർശനം വീണു. ചെറുപ്രായത്തിൽ ദർശനം അവന്റെ മേൽ വീണു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ചെറുപ്രായത്തിൽ എന്ത് ചെയ്തു? അവന്റെ മേൽ ഒരു ദർശനം വീണു. ഈ ദർശനം ഇവനിൽ വളരാതിരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ പൈശാചിക ലോകം സെറ്റ് ചെയ്തു. ഒത്തിരി കാര്യങ്ങൾ പൈശാചിക ലോകം, നമ്മൾ ഗൗരവമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ, പൈശാചിക ലോകം എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. ഇവനിൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഇവന് ചുറ്റും ഒത്തിരി കാര്യങ്ങളെ സെറ്റ് ചെയ്തു. പക്ഷെ യോസഫ് വീണ ദർശനം വളരാൻ അനുയോജ്യമായ സാഹചര്യം അവനിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ദർശനം വളർത്തത്തില്ലെന്ന് പൈശാചിക ലോകം തീരുമാനമെടുത്തപ്പോ യോസഫ് പറഞ്ഞു, എന്തു വില കൊടുത്താണേലും ദർശനത്തെ ഞാൻ വളർത്തിയിരിക്കും. ഇവൻ അങ്ങനെ തീരുമാനമെടുത്തപ്പോ അകത്തു വീണ ദർശനം ഇവനെ വളർത്തി. ഹലോ, കേൾക്കുന്നുണ്ടോ? വീണ ദർശനത്തിന് ഒരു കളങ്കം പറ്റാതെ ഒരുത്തൻ അതിനെ വളർത്താൻ തീരുമാനിച്ചപ്പോ, ശ്രദ്ധിച്ചേ, യോസഫിനെ പറ്റി അപ്പൻ പ്രവചിക്കുകയാണ്. യോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം, അവന്റെ കൊമ്പുകൾ മതിലിനു മീതെ പടരുന്നു.